എന്റെ കാര്യം ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോണു? അതിപ്പോ ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാലും ജീവിക്കും. ഞാൻ നിന്റെ അടിമ. അപ്പൊ ആലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന്. ഞാൻ ഉണ്ടിട്ട് വരാം. എനക്ക് വിശക്കുന്നു. വീടിയൊന്നുമില്ല. നിങ്ങളും വന്ന കല്യാണത്തിന്. എന്റെ ഫ്രണ്ട്സ് ഒന്നുമില്ല കല്യാണത്തിന്. എന്നെയും വിളിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ പോന്നില്ലേ? ഇടാ കവു അംച്ചാ தெரியுமா பண்ணிட்டான். எந்த தெரியுமா பண்ணிட்டான்? நான் வெள்ள மல்ல கப்பட்டு டிக்க வச்சோம். இப்படி விளையாண்டுக்க என்ன அப்பா நீ திங்க ஒப்பா சொல்லு எந்த பெருமாடா? நான் திங்க டிஃபா அதுவும் என் கஷ்டப்பா. நீ வா மூடுகா. எந்த மூஞ்சி லிக்காதா? அப்பா இன்னைக்கு வீட்டுக்கு ரவாதா? அப்பா உனக்கு இருக்கான். ഞാൻ കേട്ടത് സത്യാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ട? പ്രേമം? കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയിന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? അങ്ങനെ ഇന്ന കമ്പനി ഒന്നില്ല, ഒരു യന്ത്രം. പക്ഷെ എനിക്ക് ആ പഴയ മീശ മാധവനെ ഇഷ്ടം. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന കായംകുളം കൊച്ചിനയുടെ പിന്മുറക്കാരനായ മീശ മാധവൻ. டைலாக் வச்சிருக்கீங்கல்ல, என்னது? என்னோட ஒரு நல்ல பொண்ணு ஒண்ணு கிடைக்கும். அந்த டைலாக் என்கிட்ட இல்ல. என்ன பொறுத்தவரை நான் தான் நல்ல பொண்ணு. யார் சொன்னா நான் சிங்கிள்னு? எனக்கு ஆல்ரெடி நிச்சயம் ஆயிடுச்சு. தெரியுமா? தெரியுமா? எனக்கு அடுத்த மாசம் 2ஆம் தேதி கல்யாணம். That also know ya. கிறுக்கு பிடிச்சிருக்கா உனக்கு? எல்லாம் தெரியும்ல. அப்புறம் என்ன விட்டு. ഏയ്, നാട് ചുറ്റി കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് പോണ്ടേ? ഐ ആം റെഡി. അത് തന്നെ മര്യാദയാ, റെസ്പോൺസിബിലിറ്റി. യു നോ, ജസ്റ്റ് അല്ലേ ഞാൻ. തീരെ ടൈമിംഗ് ഇല്ലാത്തൊരുത്തൻ. ശരിയാക്കി തരാം. പോകേണ്ട ഒരു സ്ഥലമുണ്ട് ഇവിടെ, ഞങ്ങളുടെ മല്ലനഗുടി. സൂപ്പർ സ്ഥല. എന്ന് പോയാലോ? ഓക്കെ, മലന്റെ കൂടി പോ. പക്ഷെ വെളുപ്പിന് എഴുന്നേക്കണം 3 മണിക്ക്. കൈക്കോ, അങ്ങനെ ഒരു ആചാരമുണ്ട് ഇവിടെ. നിങ്ങൾ അമേരിക്കക്കാർക്ക് പറ്റുമോ അത്? നോ പ്രോബ്ലം. വെളുപ്പിന് കുളി. ഓക്കെ. തണുത്ത വെള്ളത്തില്. ഓക്കെ. തട്ടുകൊടുത്താ പോവേണ്ടത്, ഈ പൂജാരിമാരൊക്കെ പോലെ. അതിപ്പോ ഞാൻ തരാം. ഓക്കെ, എങ്കിൽ റെസ്റ്റ് എടുത്തോ. 3 മണിക്ക് എണീക്കണ്ടേ? നന്നായിട്ട് ഉറങ്ങിക്കോട്ടോ. ஹலோ, ஓய் செல்ஃபி, எப்போ ஓகே சொல்வ? இந்த பாரு, நான் டியூட்டில இருக்கேன், என்ன டிஸ்டர்ப் பண்ணாத. அப்போ ஓகே, ஈவினிங் பஸ்ல மீட் பண்ணலாம். நான் வர மாட்டேன். நான் வர்றேன், நம்ம மீட் பண்றோம். பை. ஹலோ ஹலோ. ஐ லவ் யூ. ஹ? ஐ ലവ് യു. ബോംബെ നഗരത്തെ ഒരു ലോലിപോപ്പ് പോലെ കൊടുക്കാമെന്ന് ആൻഡ്രൂസ് പറഞ്ഞപ്പോ റോക്കിക്ക് ആ സമുദ്രം പോലും വെറും ഒരു കിണറായി തോന്നി. നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ, അതിലേ ഒരു 20 സെന്റ് സ്ഥലം ഇങ്ങനെ അമ്മനെ പറ്റിച്ച് ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് என்னையும் ஓங்கி ஒரு அரை விட்டு கொஞ்சம் கூட புரிஞ்சுக்க மாட்டியாடி மென்டல் அப்படின்னு கேட்டிருந்தா புரிஞ்சிருக்குமோ என்னமோ. எல்லாத்தையும் தாங்கிட்டு போற புருஷன் கிடைச்சிட்டா அந்த பொண்ணை விட ஒரு அதிர்ஷ்டசாலி வேற யாரும் இருக்க மாட்டாங்க. அவன் என்ன தாங்கிப்பான். അത്യാവശ്യ കാര്യം പറയാൻ നിൽക്കുമ്പോ എന്തുവാ? അതെ, നീ ലിഫ്റ്റിക്ക് വിട്ട് ഒരുങ്ങി കെട്ടി നീ എവിടെ പോവുക? ഞാന് വേസ്റ്റ് കൊണ്ട് കളയാൻ. വേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി എന്തിനാ ഒരുങ്ങി പോണത്? നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാം. വേസ്റ്റ് കൊണ്ട് കളയുന്ന സ്ഥലത്തെ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുവഴി കാണുന്നവർക്ക് കാണുമ്പോഴത്തേക്ക് ഇച്ചിരി വൃത്തിയൊക്കെ വേണ്ടേ? ബട്ടർ നാൻ ഉണ്ടാക്കട്ടെ? ബട്ടർ നാൻ. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. മൊലലി കുൽച്ച ഇല്ല, ഫുഡ് കഴിക്കാൻ വിളിച്ചോളാം. മൊലലി കുൽച്ച റൊട്ടി ജൈസ ഖാന. ആ, ഒന്നും വേണ്ട. എടാ, അരി ഉണ്ട്, നീ പോയി ചോറ് വെക്ക്, എന്തെങ്കിലും കറി ഉണ്ടാക്ക്. करी तुमको क्या चाहिए मोलाली? आलू मसाला, आलू टिक्का, पनीर मसाला, पालक पनीर, पनीर कोल्हापुरी. കഴിഞ്ഞ ലേലം വിളി കഴിഞ്ഞ? എടാ, കേരള ഫുഡ് വല്ലതും ഉണ്ടാക്കാൻ അറിയോ? हाँ, केरला फूड सब जानता है, सब करी जानता സബ് ജാൻതാ ഹൈ, എല്ലാം അറിയാം. हाँ, तलचेरी केरला फूड सब जानता है. ഇടിച്ചക്ക തോരനും ഉള്ളിത്തീലുണ്ടാക്കും. क्या मोलाली? ஆக்சுவலி மொத அவனை நான் பாம்பே ஏர்போர்ட்ல தான் பார்த்தேன். ஹாய் அப்படின்னா நானும் ஹாய் அப்படின்னு பேச ஆரம்பிச்சா சென்னை ஏர்போர்ட் வர வரைக்கும் நான் ஸ்டாப்பா பேசிட்டே இருந்தா. அப்புறம் ஐ லவ் யூன்டா. நீ அழகா இருக்க தெரியும். ஓ, சோகத்தில் கூட ரொம்ப அழகா இருக்க. சோ நீ ரொம்ப பொறுமையா இருக்க. எனக்கு பொறுமையே கிடையாது.
உனக்கு கோவம் வர மாட்டேங்குது. என் கோவத்தை பத்தி உனக்கு தெரியாது, தெரிய வச்சிடாத. നീ അഴകാ இருக்க. தெரியும். അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നേ. എന്താ കാര്യം? ഈ ഗിരിയേട്ടനും ചേട്ടനും ഒരുമിച്ച് പഠിച്ചാനല്ലേ? നീ കുറെ നാളായാലും ആലവനത്തെ പറ്റി ചോദിക്കുന്നു. എനിക്ക് പറയാൻ മനസ്സില്ല. മര്യാദക്ക് പറഞ്ഞാലേ ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. வீட்டு பக்கத்துல உன்னை யார வர சொன்னா? அப்ப அப்பவே போன்னு சொல்லிருக்க வேண்டியதானே? எதுக்கு வந்த? போடா லூசு. நாடி வாடா போடான்ற. உன் வயசு என்ன, என் வயசு என்ன? அப்ப அண்ணான்னு கூப்பிடவா? என்னங்க அப்படின்னு கூப்பிடு. இது ஒரு மூஞ்சி, என்னங்கன்னு கூப்பிடணுமா? இதுக்கு என்னடி குறைச்ச? இந்த மூஞ்ச தானே உனக்கு பிடிச்சிருக்கு. ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ. പൂപ്പരുത്തി മതി, 2000 ഓ നിൽക്കും. പൂപ്പരുത്തി അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ്. ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാ. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയാ പോലെ. തമാശകള കൂട്ട്. 25,000. ബ്രിഡ്ജ്. പാലോ അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ? അതില്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. ടി വി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ? ഓരോ കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ഇഞ്ചെങ്കിൽ ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈൽ. മൊബൈല്. ഒയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും. ഇനി അയ്യോ, ഇനി മടക്കല്ലേ, ഒടിഞ്ഞു.